ഹലോ ഗൈസ്, ഞങ്ങളിത് തണുത്ത ഒരു രാവിലെ ഡ്യൂട്ടിക്ക് പോകട്ടോ. എല്ലാവരും ഫുള്ള് ജാക്കറ്റ്, ഗ്ലൗസ്, തൊപ്പി, സോക്സ് എല്ലാം സെറ്റപ്പിലാണ് പോണേ. അമ്മതൊരു തണുപ്പാട്ടോ. രാവിലെ ചേട്ടായിക്ക് തണുപ്പില്ല, എനിക്ക് കൊച്ചിനും തണുപ്പുണ്ട്. രാവിലെ എണീറ്റപ്പോൾ 8 തണുപ്പ്, 8 ഡിഗ്രി. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. തണുപ്പ് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷേ തണുപ്പ് തീരെ സഹിക്കാൻ പറ്റാത്തവർക്ക് ഇത് വലിയ തണുപ്പ് തന്നെയാണ്. എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല. പിന്നെ കൊച്ചിനെ അതുകൊണ്ട് ഫുൾ പ്രൊട്ടക്ഷനോടെയാണ് കേട്ടോ വിടുന്നത് സ്കൂളിൽ. കാണിച്ചിടാനു ഗ്ലൗസ് ഒക്കെ കാണിച്ച് കണ്ടോ, പുള്ളി ഒരുമാതിരി സർജറിക്കൊക്കെ പോകുന്ന പോലെയാണ് പോണ ഗ്ലൗസ് ഒക്കെ ഇട്ട്. അപ്പോൾ അവനെ സ്കൂളിലേക്ക് വിടുവാണ് കേട്ടോ. തണുപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എണീക്കാനായിട്ട് പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ മടിയാണ് തണുപ്പ് തുടങ്ങി ഏക്കണ കാര്യം. എങ്ങനെയൊക്കെ ഏക്കണം. അത് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെ ആണെങ്കിൽ പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴേ സങ്കടം. എനിക്ക് സങ്കടമാണ്. എനിക്കാണ് കാരണം ചേട്ടായി എന്നെ കൊണ്ടുവിടണം, കൊച്ചിനെ കൊണ്ടുവിടണം. എന്നിട്ട് ഒരു ഞാൻ എണീറ്റ് ഞാൻ റെഡിയായി, ഞാൻ കൊച്ചിനെ കൊണ്ടുവിട്ട് അത് കഴിഞ്ഞിട്ട് ഇവളെ കൊണ്ട് മലാസി വിട്ട്, മലാസിന്ന് പിന്നെ വീണ്ടും തക്കസൂസിൽ എന്റെ ഹോസ്പിറ്റലിൽ വന്ന് ഡ്യൂട്ടിക്ക് കയറണം. അപ്പൊ സമയം എത്രയായി? 6 മണിക്ക് ഇറങ്ങിയ 7:30 ആകുമ്പോഴാണ് എന്റെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. പക്ഷെ പറഞ്ഞിട്ട് തന്നെ കാര്യം, സിറ്റുവേഷൻ അങ്ങനെയല്ലേ, പോകാതിരിക്കാനും പറ്റൂല. പിന്നെ രാവിലത്തെ ഈ ബ്ലോക്ക്, നമ്മൾ എത്ര ഇച്ചിരി താമസിച്ച് പോയി കഴിഞ്ഞാലുണ്ടല്ലോ ഈ ബ്ലോക്കിൽ പെട്ട് നമ്മളിവിടെ കിടക്കും. നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ ബ്ലോക്ക് കേട്ടോ. കണ്ടോ, ഒരറ്റം തൊട്ട് വണ്ടി അനങ്ങുന്നേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് സിഗ്നൽ അല്ല, പോലീസുകാരനുണ്ടാവും. അപ്പോൾ പോലീസുകാരന് ഓരോ സൈഡ് വഴി കടത്തി വിട്ട ശേഷമേ നമുക്ക് പോകാൻ ഭയങ്കര താമസം. നമുക്കിവിടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇപ്പോൾ ആ സൈഡിൽ നിന്ന് വണ്ടി നീങ്ങുന്നേ ഉള്ളൂ. ഇനി ഈ സൈഡിൽ പോലീസുകാരൻ പൊക്കോ എന്ന് പറഞ്ഞ് കൈ കാട്ടിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ബ്ലോക്കിൻ്റെ കാര്യം കൊണ്ട് നമുക്ക് വീട്ടിൽ നിന്നൊരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ കറക്റ്റ് 6:45 ഒക്കെ ആകുമ്പോഴേക്കും ഞാനും ചെല്ലും. പിന്നെ ചേട്ടായിക്ക് ഒരു 7:15 ചെല്ലാം. പക്ഷെ നമ്മൾ 5 മണി കൂടുതൽ എങ്ങനെയാണ് കൈസ് എണീക്കുന്നത് ഈ തണുപ്പത്ത്? കാരണം രാത്രി കിടക്കുന്നത് ലേറ്റ് ആയിട്ടാണ്. 11:30, 12 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കുന്നത്. അപ്പം 5-6 മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ? എന്താല്ലേ ജീവിതം, അനുഭവിച്ചല്ലേ മതിയാവൂ. ആ തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന റിയാദ് കണ്ടോളൂ. ഇതാണ് എന്തോ ഫുക്രിയ ഏരിയ. ഇതാണ് ഷുമൈസിയാണ്. ശരിക്കും എനിക്ക് സ്ഥലമൊന്നും അറിയത്തില്ല. ശരിക്കും നസ്രിയെന്നും ഫുക്രിയെന്നും ഷുമൈസിന്നും ഒക്കെ പറയും. ഇത് ആ ഒരു ഏരിയ ആണ് കേട്ടോ. കണ്ടോ, നല്ല തണുത്ത് വിറങ്ങലിച്ച് നിൽക്കുന്ന അന്തരീക്ഷം. ഇനി അങ്ങോട്ട് പോകും തോറും തണുപ്പ് കൂടത്തേ ഉള്ളൂ. ഒരു ഡിസംബർ ലാസ്റ്റ് ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും നല്ല തണുപ്പാവും. ഇപ്പോൾ ഓൾറെഡി സൗദിയിലെ റൂറൽ അല്ല, സിറ്റി അല്ലാത്ത മറ്റ് പ്രദേശങ്ങളിലൊക്കെ ഓൾമോസ്റ്റ് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 5 ഡിഗ്രി താഴെ തന്നെ തണുപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കുറച്ച് തണുപ്പ് കുറഞ്ഞു നിൽക്കുന്നുള്ളൂ. പക്ഷേ അത് കൂടും കേട്ടോ. മഴയും കൂടെ വരുവാണെങ്കിൽ പിന്നെ ഇനി തണുപ്പ് നന്നായിട്ട് കൂടും. ഈ വർഷം നല്ല തണുപ്പായിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം തണുപ്പില്ലായിരുന്നു കേസ്. അല്ല, തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം 2022 നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് 2023 അങ്ങനെ വലിയ തണുപ്പില്ലായിരുന്നു. അപ്പോൾ അതിന്റെ ആണെന്ന് തോന്നുന്നു ഈ വർഷം നല്ല തണുപ്പായിരിക്കും എന്ന് പറഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവരറിയിച്ചിരിക്കുന്നു ഗൈസ്, നല്ല തണുപ്പുണ്ടായിരിക്കും, എല്ലാവരും ജാഗ്രത പാലിക്കുക. അപ്പം ഒരുപാട് ബ്ലോക്കുകൾ കടന്ന് വേണം പോകാനായിട്ട്. ഓൾറെഡി ഞാൻ മുന്നിട്ട വീഡിയോക്കകത്ത് എല്ലാവരും കണ്ടതാണ്. ഒരു 5-6 സിഗ്നൽ എന്ന് വെച്ചാൽ അതൊരു ഹെവി സിഗ്നലാണ്. അത് കടന്ന് വേണം നമുക്ക് പോകണം. അതിനിടയ്ക്ക് വല്ല ആക്സിഡന്റ് ഉണ്ടായാലും നമ്മൾ പെട്ടുപോയി, പിന്നെ അവിടെ തന്നെ കിടക്കും നമ്മൾ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്നുള്ള രാവിലത്തെ റുട്ടീൻ. നമ്മളൊരു യന്ത്രം പോലെ രാവിലെ അങ്ങ് പോവാണ്. ഞാനാ രാവിലെ എന്നെ കീ കൊടുക്കുന്നു. ഞാനിവിടുന്ന് മനുഷ്യൻ രാവിലെ പ്രഷർ കയറി നമ്മളൊരു കീ കൊടുത്ത പാവയെ പോലെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. രാത്രി അതുപോലെ തന്നെ വരിക, വീട്ടിലെ കാര്യങ്ങൾ സെയിം റുട്ടീന്, മാറ്റമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. പക്ഷേ ഓഫ് കിട്ടുന്ന ദിവസം സന്തോഷം, മാക്സിമം താമസിച്ച് എണീക്കാമല്ലോ. പക്ഷെ 5 ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കിടന്നൊരു ഒറ്റ ഉറക്കമുണ്ട്. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫ്രൈഡേ ഓഫ്. ഫ്രൈഡേ സാറ്റർഡേ ഓഫാണ്. അതിന്റെ സന്തോഷത്തിലാണ്. നാളെയും കൂടെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പം എല്ലാവരും ഇനിയുള്ള മുന്നോട്ടുള്ള വീഡിയോകൾ വാച്ച് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റിയാദ് മല്ലൂസ്. എല്ലാവരും നമ്മുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ
സൈഡിലുള്ള ബെൽ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് യൂട്യൂബില്. യൂട്യൂബില് മെയിൻ യൂട്യൂബിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അതെ, നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിൽ കാണുന്ന ആൾക്കാര്, പല ആൾക്കാരും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. അത് ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന കാര്യമാണ്. ഞങ്ങളുടെ ഫാമിലിയിലുള്ള ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരൊക്കെ നമ്മുടെ ഫേസ്ബുക്കില് നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ്, പക്ഷെ യൂട്യൂബില് നമുക്ക് സപ്പോർട്ട് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് നമ്മുടെ റിയാദ് മല്ലൂസ് എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവരും മസ്റ്റായിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബും ഹെൽപ്പും സപ്പോർട്ടും ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് കണ്ടോ, നല്ല പ്രഭാത വ്യൂ ആണ് കേട്ടോ. അതായത് നല്ല തണുത്തിരിക്കുന്ന അന്തരീക്ഷത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കണം. അതിൻ്റെ ഒരു പ്രകാശം കണ്ടില്ലേ, നല്ല രസമാണ് കേട്ടോ. അറ്റ്മോസ്ഫിയർ കാണാനായിട്ട് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ്. നമുക്ക് എന്തോ മീൻസ് സ്വർണ്ണമൊക്കെ മിന്നി തിളങ്ങി നിൽക്കുന്ന മാതിരി നോക്കി എന്ത് രസമല്ലേ. സ്വർണ്ണം വായിലേ വരുള്ളൂ, സ്വർണ്ണമാണല്ലോ പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മറ്റേ നല്ല രസമുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഭംഗിയുള്ള ഒരു അന്തരീക്ഷമാണെന്ന്. പക്ഷെ നമുക്ക് പുറത്തിറങ്ങിയ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ഡ്യൂട്ടി വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പം ഇനിയും പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് നല്ല വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരും. ഞങ്ങൾ റിയാദ് മല്ലൂസ് വീണ്ടും വരും. അപ്പം നമുക്ക് പുതിയൊരു പ്രഭാതത്തിനായി കാത്തിരിക്കാം. പുതിയ വീഡിയോകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം ടാറ്റാ.